ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് മാംഗോ ഫ്രൂട്ടിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഇഫ്താറിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. മാത്രമല്ല ഇപ്പോൾ നാട്ടിലൊക്കെ മാങ്ങയുടെ സീസൺ കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മാങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം നല്ല പഴുത്ത് മധുരമുള്ളതും 1 എണ്ണം ഇച്ചിരി പുളിയുള്ളതുമാണ്. ഈ പുളിയുള്ളതിന് പകരം നിങ്ങൾക്ക് പച്ച മാങ്ങയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ബ്ലെൻഡറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരവും പുളിയും നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ മാംഗോ ഫ്രൂട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.